സ്ഥലം എത്തിയോ? ഈ കൊടുങ്കാട്ടിൽ വെച്ചാ പാർട്ടി നടക്കുന്നത്. മോളെ അച്ഛൻ വരാൻ പറഞ്ഞ സ്ഥലം ഇവിടെ ആണോ? ലൊക്കേഷൻ അയച്ചൊന്നും അല്ലയോ? അച്ഛൻ വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചെന്ന് നോക്കി തന്നെ ഞാൻ വന്നത്. എന്നിട്ട് ഇവിടെ ആരും കാണാനില്ലല്ലോടി. ചേച്ചി വഴി തെറ്റി കാണും നമുക്ക്. പോടാ, വഴിയും തെറ്റിയിട്ടില്ല. വാട്സാപ്പിൽ അച്ഛൻ അയച്ചെന്ന ലൊക്കേഷൻ നോക്കി തന്നെ ഞാൻ ഇങ്ങോട്ട് എത്തിയത്. ഇപ്പൊ സമയം എത്രയായി? 9 മണിക്ക് ഫംഗ്ഷൻ തുടങ്ങുമെന്ന് പറഞ്ഞത്. 9 മണിക്ക് നടക്കുന്നു. ഇപ്പൊ 8:30 കഴിഞ്ഞു. ഓ, വെറുതെ അല്ല ആരും ഇല്ലാത്തത്. സമയമില്ലല്ലോ. ഫംഗ്ഷൻ എന്തായാലും തുടങ്ങുമ്പോഴത്തേക്ക് ആ വീട്ടിലേക്ക് നേരത്തെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങത്തില്ലേ? ലൈറ്റ് ഒക്കെ ഇട്ട് ആൾക്കാരൊക്കെ നേരത്തെ വന്നു തുടങ്ങത്തില്ലേ? ഇതെന്തോന്നും കറക്റ്റ് 9 മണിക്ക് എല്ലാവരും എത്തണമെന്ന് എന്തോന്നും നിർബന്ധം? ആ ശരിയാ, അമ്മണി പറഞ്ഞത് അത് ശരിയാ. ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നതിന് ഒരു മട്ടും കാണുന്നില്ല കണ്ടിട്ട്. മോൻ പോയി നോക്കിട്ടോ ആരെങ്കിലും ഉണ്ടോന്ന്. ചെല്ലേ. അല്ലെങ്കിൽ ഈ സ്ഥലം കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇനിയിപ്പോ എങ്ങനെ ഒറ്റയ്ക്ക് അകത്ത് നിന്ന് കയറും? നമുക്ക് എല്ലാവരും പോയി നോക്കാം. നീ നോക്കാത്തോട്ടെ, നീ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. എന്റെ കൊച്ചു, ഞാൻ എന്റെ അച്ഛൻ അയച്ചത് ആ ലൊക്കേഷൻ നോക്കി വന്നതിന് ഇപ്പൊ എന്നെ തിരിഞ്ഞൂടെ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ദേഷ്യം വരുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നത്. ഇത്ര നേരമാണ്, 9 മണിയായി കാണുമല്ലോ. ഇപ്പോൾ നമ്മളിന്ന് സംസാരിച്ചിട്ട് തന്നെ സമയം 9 ഇതുവരെ ആരും കാണുന്നില്ല. ഇവിടെ ഒന്നും അല്ലായിരിക്കും മോളെ, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നമുക്ക് എന്തായാലും വഴി തെറ്റിയതാ. ആകെ പാടെ ഒരു വശപ്പച്ചക്ക് ഈ സ്ഥലം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. വാ, നമുക്ക് തിരിച്ചു പോകാം. പാർട്ടിയിലൊന്നും നമുക്കിനി പങ്കെടുക്കണ്ട. വീട്ടിൽ ചെന്ന് വല്ലതും വാങ്ങിച്ചു തരാം നിങ്ങൾക്ക്. ബിരിയാണി വല്ലതും. ബിരിയാണി കൊതിയെടുത്തില്ലേ നിങ്ങളെല്ലാവരും വന്നത്? ഞാൻ എന്തായാലും പോകുന്ന വഴിക്ക് വാങ്ങിച്ചു തരാം. ചേട്ടൻ ഇനി എന്തെങ്കിലും പറയുമെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞോളാം. ചുമ്മാ ലൊക്കേഷൻ പോട്ടെ, ലൊക്കേഷൻ അയച്ചേച്ച്. പെട്ടെന്ന് ഓടിയെടുത്തന്നെ വവ്വാന്റെ ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ടു. നിങ്ങളാരും പേടിക്കണ്ട, നമുക്ക് കുറച്ച് ദൂരം നടന്നു നോക്കാം. എവിടെയെങ്കിലും എത്തിപ്പെടുമല്ലോ. റോഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും പേടിക്കണ്ട. നമുക്ക് ഇങ്ങനെ ഓട്ടോയിലെങ്ങനെ കയറി വീട്ടിൽ പോവാം. അങ്ങോട്ട് പോ. നമ്മൾ പിന്നെ എന്താണ് ഇവിടെ തന്നെ എത്തിപ്പെട്ടത്? ഓയ് ഓയ്, പോകാൻ വരട്ടെ. ഓ, പേടിച്ചു പോയി. ഇവിടെ ആളുണ്ടായിരുന്നോ? ആ, നിങ്ങള് പാർട്ടിക്ക് വന്നവരാണോ? അതെ അമ്മാവാ, ഞങ്ങൾ പാർട്ടിക്ക് വന്നവർ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. പക്ഷേ പാർട്ടിയും കഴിഞ്ഞ് കൂടും കുത്തി എല്ലാരും. ആ, 9 മണിക്കാ പാർട്ടി എന്ന് പറഞ്ഞത്. ഇപ്പൊ സമയം എത്രയാ നോക്കിക്കേ. 10 മണിയായി മോളെ. ആ, വെറുതെ അല്ലല്ലോ. ആ, ഇവിടെ പാർട്ടി ഉണ്ടായിരുന്നു 9 മണിക്ക്. ഇവിടെ 8:30 പാർട്ടി തുടങ്ങിയതാ. അത് കഴിഞ്ഞിട്ട് ഒരു 9:30 ഒക്കെ ആയപ്പോഴാ തീർന്നത്. അയ്യോ, അത് ശരിയാ. ഞാനിപ്പോഴാ ഓർത്ത കാര്യം. ഞങ്ങളാണെങ്കിൽ ഇവിടെ 8:45 വന്നായിരുന്നു അമ്മാവാ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മനുഷ്യരെയും കാണാനില്ല. പിന്നെ ഞങ്ങളങ്ങ് തിരിച്ചുപോയി. അതെങ്ങനെ ശരിയാകും? ഇവിടെ 8:30 തുടങ്ങിയ പാർട്ടിയാ. ഇവിടെ എല്ലാരും നിറയെ ആൾക്കാരായിരുന്നു. ഒരു 9:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 9:45. ഇപ്പൊ ഒരു 15 മിനിറ്റ് കാണത്തേ ഉള്ളൂ പാർട്ടി കഴിഞ്ഞെല്ലാരും പോയിട്ട്. അമ്മാവന് ഞങ്ങളെ മനസ്സിലായി കാണത്തില്ലല്ലോ. ഇവിടുത്തെ പോലീസുകാരനും വന്നിട്ടുണ്ടായിരുന്നു. മധു എന്ന് പറഞ്ഞ ആളിനെ അറിയാമോ? മധുവിന്റെ ഭാര്യയാണ് ഞാൻ. എന്റെ പിള്ളേരെ 2 പേര്. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ഒരു കുട്ടിയാ, അമ്മിണി. അപ്പൊ ഞങ്ങളെല്ലാവരും ഇപ്പൊ വന്നതാ. എന്നെ അറിയാമോ മധു എന്ന് പറഞ്ഞ ചേട്ടനെ? മധു പോലീസുകാരനോ? എന്തോ അറിയത്തില്ല കേട്ടോ. ഇപ്പൊ പാർട്ടിക്ക് ഒരുപാട് പേര് വന്നതല്ലേ, എനിക്ക് എല്ലാരെയും ഒന്നും അറിയത്തില്ല. ഞാൻ ഈ വീടിന്റെ കാവൽക്കാരനാ. ഞങ്ങൾ 8:45 ഇവിടെ വന്നപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ അവിടെ ചെന്നപ്പോഴും വഴി തെറ്റി. ആകെപ്പാടെ മൊത്തത്തിൽ കൺഫ്യൂഷനായി. പിന്നെ ഞങ്ങളാണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് റോഡ് നോക്കി നോക്കി പോയതാ. പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഇവിടെ തന്നെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾ നാട് മൊത്തം ഇങ്ങനെ വഴി തേടി നടന്ന് 1 മണിക്കൂർ അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തിയപ്പോ 10 മണിയായത്. അതൊന്നും പേടിക്കണ്ട മോനെ. നിങ്ങളിപ്പോ രാത്രി ഇനിയിപ്പോ വഴി തെറ്റി നടക്കത്തേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ചെയ്യ്, രാവിലെ ആകുമ്പോ പോയാൽ മതി എല്ലാരും. ഇന്നത്തേക്ക് ഇവിടെ കിടക്ക്. നിങ്ങളുടെ ചേട്ടനെ വിളിച്ചു നോക്കി കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ കയറി കിടക്ക്. മോളൊക്കെ എങ്ങനെയാ? അച്ഛനെ ഒരുപാട് നോക്കിയല്ലേ വിളിച്ച്? കിട്ടിയില്ലല്ലോ വിളിച്ചിട്ട്. ഞങ്ങൾക്കാണെങ്കിൽ പിള്ളേരെ കൊണ്ട് എനിക്ക് ഇവിടെ കിടക്കാനെങ്കിൽ പേടിയുണ്ട്. എന്നാലും ഇനിയിപ്പോ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോ രാത്രി പോയാലും വഴിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റും തോന്നില്ല. ഇവിടെ സേഫ് ആണോ മാമ? അയ്യോ, അങ്ങനൊന്നും പേടിക്കണ്ട. കാടിനുള്ളിലാണെങ്കിലും നല്ല സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ഇത്. പിന്നെ ഞാനില്ലേ ഇവിടെ നോക്കാനും കാണാനും ഒക്കെ. നിങ്ങളൊന്നും പേടിക്കാതെ കയറി കിടന്ന് ഉറങ്ങാൻ നോക്കാകത്ത്.
രാവിലെ ആകുമ്പോൾ ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിക്കാം. ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് പൊക്കോ. വാ വാ നമുക്ക് ഇനി അകത്തോട്ട് പോവാം. ഇവിടെ നിന്നിനിപ്പോ മഞ്ഞ് കൊള്ളണ്ട. എല്ലാരും ഇവിടെ കിടന്നു കേട്ടോ. എന്തിനു കുടിസ് മുറിയത്? കുഴപ്പമില്ല മക്കളെ, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കൂ. ഒരു ദിവസത്തേക്ക് കാര്യമല്ലേ ഉള്ളൂ. എന്നാ പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ പുറത്ത് കാണും. രാത്രി കിടക്കാൻ ഇങ്ങനെ ഒരു സ്ഥലമെങ്കിലും കിട്ടിയത് ഭാഗ്യമായിപ്പോയി മക്കളെ. നമ്മളിങ്ങനെ രാത്രി മൊത്തം അല്ലെങ്കിൽ ചുറ്റി നടന്നതിന്. രാത്രിയിലെങ്കിൽ കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളതാ. കൊടുങ്ങ് കാണേണ്ടി ഇത്. നമ്മളെങ്കിൽ അങ്ങനെ നടക്കുന്ന സേഫ്റ്റി അല്ല. ഇപ്പം ഇങ്ങനെ ഒരു മുറി കിട്ടിയതേ അത്യാവശ്യമായിപ്പോയി. അത്യാവശ്യം നല്ല ഭാഗ്യമായിപ്പോയി അങ്ങനെ പറയാം. ആ പുള്ളിക്കാരനും ഉണ്ടല്ലോ ഇവിടെ, പിന്നെ പേടിക്കണ്ട. ആ മാമനെ, ആ മാമ പാവമാണെന്ന് തോന്നുന്നു. എന്തായാലും മക്കൾ ഇങ്ങോട്ട് കിടക്കാൻ നോക്കുക കേട്ടോ. എനിക്ക് പക്ഷെ ആ അങ്കിളിനെ കണ്ടിട്ട് എന്തൊക്കെയാ വശപ്പശക്ക് തോന്നുന്നത്. കുഴപ്പമില്ല മക്കൾ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം നമുക്ക്. ആഹാ വേണ്ട ഇങ്ങനെ ചേച്ചി ഒരു കിടപ്പൊന്നും തുടങ്ങിയല്ലോ. അയ്യോ ഞാനും കൂടെ കിടക്കട്ടെ, എനിക്ക് ഇനി ഉറക്കം വന്നിട്ട് വയ്യ. ഓ ഇനി വേറെ ഒന്നും കിടന്നിട്ട് കഴിഞ്ഞ് പുറം ഭയങ്കര വേദന എടുക്കുന്നു. ഒരു തുണി പോലും ഇല്ലല്ലോ വിരിച്ചിട്ട് കിടക്കാൻ. ഇനിയിപ്പോൾ എന്തു ചെയ്യുന്നേ? ഞാൻ ഈ സാരിയാണ് കൊണ്ടുവന്നത്. പക്ഷെ വേറൊരു ഡ്രസ്സ് കൂടെ കയ്യിലുണ്ടായിരുന്നു. നമുക്ക് ഈ സാരി വിരിച്ചിട്ട് കിടക്കായിരുന്നു. ഓ ഇതിനേക്കാൾ നല്ലത് ഉടങ്ങാൻ ഇരിക്കുന്നതാ. പുറം ഭയങ്കര വേദന എടുക്കുന്നു. എന്താ മോളെ പ്രശ്നം? അല്ല അമ്മ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ? എനിക്ക് എന്താ ഉറക്കം? ഞാൻ ഇവിടുത്തെ കാവൽക്കാരനല്ലയോ. ഞാൻ അങ്ങനെ രാത്രി ഉറങ്ങാറില്ല. അങ്കിൾ ഞങ്ങൾക്ക് ഇവിടെ വിരിച്ചിട്ട് കിടക്കാൻ വല്ല ഡ്രസ്സ് വല്ലതും കിട്ടുമോ? ഭയങ്കര പുറമേന എടുക്കുന്നു തുടങ്ങി വെറുതെ കിടന്നിട്ട്. ഒന്നാമത് കട്ടിത്തറയാണ്ട് ഭയങ്കര പുറമേന അങ്കിൾ ഞാനിവിടെ കിടന്നപ്പോഴേ. അതിനെന്താ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അമ്മ വെറും പാവന്ന്. വലിയ ഡ്രസ്സും കൊണ്ട് വന്നേക്കുന്നത്. എടാ പൊട്ടാതെ ഡ്രസ് അല്ലേ അത്, മെത്തയത്. അയ്യോ അമ്മാവ മെത്തൊന്നും വേണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു ഡ്രസ്സ് മതിയായിരുന്നല്ലോ. അത് കുഴപ്പമില്ല. ഇത് ഇരുന്നോട്ടെ. അതവിടെ വെറുതെ കിടന്ന് മെത്തയത്. എന്നാ ഞാൻ പോട്ടെ. കുട്ടുമ്പൻ ഇങ്ങോട്ട് പോയി ചാടി. മോളെ നീ കാല് പുറത്തെടുക്കാൻ നോക്ക്. അയ്യോ അപ്പൊ കുട്ടുമ്പൻ എന്ത്? അയ്യോ അമ്മയുടെ തല മാത്രം ഉണ്ടല്ലോ ഇതിനകത്ത് കാണാന്. എന്തോ മെത്തയെ കൊണ്ടിട്ട് തന്നത്. എന്റെ ദൈവം എനിക്കറിയാൻ ഇനി എന്തോ ചെയ്യുന്നതെന്ന്. അമ്മയുടെ കാല് മാത്രം വേണ്ട കാണാം. മോളെ ഞാൻ പോയി പെട്ടെന്ന് ആ അമ്മാനെ വിളിച്ചിട്ട് വരട്ടെ. മോളെ ഞാൻ അമ്മാവനോട് ചെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മാവനൊന്നും അല്ല മോളെ. ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അയാളെങ്കിൽ ഉടനെ എങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? അമ്മാവിന്റെ പുറത്ത് കയറിയൊക്കെ പറന്നുപോയി. അതേ മോളെ, അയാളെ എന്ത് മാന്ത്രിക ശക്തിയുള്ള മനുഷ്യൻ ഏതാണ്ടായിരുന്നു. അയാൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ മനുഷ്യനൊന്നും അല്ലായിരുന്നു. ഒരു കാര്യം ചെയ്യും മോളെ, നീ എങ്കിൽ മെത്ത പൊക്കാൻ നോക്ക്. നമുക്ക് രണ്ടുകൂടെ മെത്ത എങ്ങനെയെങ്കിലും ഉയർത്താം. അയ്യോ പൊക്കൊന്നും ഇല്ലല്ലോ ഇത്. എന്തൊരു വെയിറ്റ് ഇത്. അയ്യോ സർവ്വശക്തിയും പിടിച്ചോ മോളെ. എന്റെ പാ പൊങ്ങുന്നുണ്ട്. മോളോട് നല്ല ശക്തിക്ക് പൊക്ക്. മക്കളെ നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാൻ തുടങ്ങുവാ. നിങ്ങളും കൂടെ ഈ മോളിലോട് ശക്തിക്ക് പിടിക്കുന്നത് പൊക്കാം നമുക്ക് ഈ മെത്ത. ഓ അങ്ങനെ ആ മെത്ത തെറിച്ചു പോയി. ചെളിക്കകത്ത് മുങ്ങിപ്പോയ പോലെ. അല്ല ഇതെന്തോ കുട്ടുവാൻ ചിരിച്ചോണ്ടിരിക്കുന്നു. ഇവര് പുഴുത്ത് വട്ടായോ നെറ്റിക്കകത്ത് മുങ്ങിപ്പോയപ്പോഴേ? എനിക്ക് വട്ടായല്ല, എന്റെ മുഖം ഇങ്ങനെ ആയപ്പോഴേ ചമ്മിപ്പോയി. ആ നെറ്റിക്കകത്ത് കയറി. അയ്യോ എന്റെ മുഖം നേരെയാക്കട്ടെ ഞാൻ. ഇപ്പഴെന്തോ നോർമലായത്. മക്കളെ ആ അമ്മാവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ലേ, അങ്ങനെയെങ്കിൽ ചതിയനായിരുന്നു. അയാളെങ്കിൽ മാന്ത്രിക ശക്തിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അയാളെങ്കിൽ വവ്വാലിന്റെ പുറത്ത് കയറി പോകുന്ന കണ്ട് ഞാനിപ്പോഴും.